അനുമോളെ നിങ്ങൾ നാട്ടിൽ പോകുന്നോ? പെട്ടെന്നാണോ അവധി കിട്ടിയെന്നോ? എന്നാ ഒരു കാര്യം ചെയ്യണം. ഞാൻ ആ ഗീതയെ വിളിച്ച് പറയാം. ഞങ്ങൾ പോകുന്നതിന് ശേഷം വീടെല്ലാം കാട് കയറി കിടക്കില്ലയോ, എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞേ പോകാമോ? അത് അപ്പോഴാണ് ഞാൻ ഓർത്തത്. പിന്നെ എൻ്റെ അത്തച്ചിട്ടിയുടെ പൈസയുടെ കാർഡ് ഞങ്ങളുടെ റൂമിലെ മേശയുടെ ഡ്രോയ്ക്കകത്തിരിപ്പുണ്ട്. അത് എടുത്തോണ്ട് വന്ന് നമ്മുടെ ഇല്ലയോ ഇന്ദിരച്ചയ്, ഇന്ദിരച്ചയ് കൈ കൊടുത്തിട്ട് ആ പൈസ വാങ്ങിക്കണം. നീ പൈസ വാങ്ങിച്ചിട്ട് നമ്മുടെ തശ്വി കുഞ്ഞിനെ അടിപൊളി ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കണേ. എന്തോ ഒന്ന് വാലെ പിടിച്ചാൽ ഉണ്ടല്ലോ നിനക്കതിനെ. ഒരു കാര്യം ചെയ്, നീ കൂടെ ടോപ്പ് വാങ്ങിച്ചോ. അത് കഴിഞ്ഞാ ബാക്കി പൈസ എൻ്റെ അക്കൗണ്ട് നിങ്ങൾ രണ്ടുപേർക്കും വാങ്ങിച്ചില്ല. എന്നാ പിന്നെ എൻ്റെ ചന്തുക്കുഞ്ഞിനും കൂടെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചോ. ഒരു രൂപയോ വല്ലതും വാങ്ങിച്ചു കൊടുക്കേ. സാരമില്ല, പൈസ പോട്ടെ. ഒരു വർഷം പൈസ ഉണ്ടാക്കി വെക്കുന്ന. ചിറ്റാറി പോകുന്നുണ്ടെങ്കിലേ എൻ്റെ അമ്മയ്ക്ക് ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കണേ. പാവം ഒരു വയസ്സായിരിക്കുന്ന അമ്മച്ചില്ലയോ. ബാക്കി ഇനി വേണ്ട, പോട്ടെ. എല്ലാവർക്കും എടുത്തു കഴിഞ്ഞ് ഇനി പോട്ടെ, സാരമില്ല. പോകുമ്പോൾ എന്തായാലും ആ ഗംഗയുടെ ബർത്ത്ഡേയാ. ആ ഗംഗമ്മക്കും കൂടെ ഒരു ഡ്രസ്സ് എടുത്തു. പിന്നെ പോകുന്നതിന് മുമ്പ് ഇച്ചയ്യ ഒന്ന് വിളിച്ച് പിന്നെ പറയണം. ഇച്ചയ്യ ഞാൻ ഇതുപോലെ കാർഡ് കൊണ്ടുവരാൻ നേരം എൻ്റെ പൈസ തരണമെന്ന് നീ ഒന്ന് വിളിച്ച് ഇന്നച്ചയോടൊന്ന് പറയണേ. എന്നാ ശരി, ഞാൻ ഗീത വിളിച്ച് പറയാം വീടൊന്ന് ശരിയാക്കാൻ. ഇവക്ക് എന്നും ഇങ്ങനെ ഞാൻ എന്തോ ഒന്ന് എടുത്താലും ഉടൻ തന്നെ വേണം അവക്ക് അതിന്റെ വാലെ പിടിച്ചോണ്ട് അവള് വരും. അനുമോളെ ഒരു കാര്യം. മണി 2 കഴിഞ്ഞേ വിശക്കുന്ന എനിക്ക് ചോറെടുത്തതാ. ഞാൻ വരുവാന്നേ. ചേട്ടാ ചോറെടുത്ത് വെച്ചു. അതെ, പിന്നെ ചന്തുവും പെണ്ണും കുഞ്ഞും ഒക്കെ ഓണത്തിന് വരുന്നുണ്ട് നാട്ടിലോട്ട് 10 ദിവസത്തേക്ക്. അത് ഞാൻ പറഞ്ഞു പിന്നെ അത്തച്ചിട്ടിയുടെ പൈസ ഇന്ത്യച്ചേട് വാങ്ങിച്ച് കൈ വെച്ചോളാം ഞാൻ പറഞ്ഞായിരുന്നു അവരോട്. വേണ്ട വേണ്ട, ആ പൈസ നമ്മൾ എന്നിട്ട് വാങ്ങിച്ചാൽ മതി. അനു എന്തുവാ? അയ്യോ ചേട്ടാ, നാട്ടിൽ നിന്ന് പോയതിന് മുമ്പ് ഇന്ത്യച്ചയുടെ കയ്യിൽ നിങ്ങൾ എന്റെ ചിട്ടിപ്പൈസ വാങ്ങിച്ചായിരുന്നോ? അതെന്തോ ചെയ്തു? അതെന്താ എന്നോട് പറയാനേ? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്ന ദിവസേട്ടാ? എന്റെ മക്കൾ എനിക്ക് വല്ലപ്പോഴും തരുന്ന പൈസ എല്ലാം കൊടുത്താ ഞാൻ ആ ചിട്ടി പൈസ കൊടുത്തോണ്ടിരുന്നത്. കഴിഞ്ഞ വർഷത്തെ പൈസ നിങ്ങൾ എടുത്ത് കള്ളു വാങ്ങിച്ചില്ലേ? എങ്ങനെ ദിവസമായിട്ട് ഇതൊക്കെ സാധിക്കും? നാണം ഉണ്ടോ നിങ്ങൾക്ക്? ഒരു ഉടുപ്പ് വേണ്ടേ? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്ന ദിവസേട്ടാ? ഞാൻ വെക്കാതെ എന്റെ പൈസ എവിടെന്ന് പറ, എനിക്കത് കിട്ടിയേ പറ്റൂ. നമ്മളിങ്ങോട്ട് പോരുന്നതിന് മുമ്പേ ആ പാച്ചോടനും അശോകനും കൂടെ എന്നോട് പറഞ്ഞൊരു പാർട്ടി നടത്തിയേ പോകാവൂന്ന്. എൻ്റെ കയ്യിൽ വേറെ പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പൈസ എടുത്ത് അങ്ങ് പാർട്ടി നടത്തി. സാരമില്ല, ഞാൻ നാട്ടിൽ ചെല്ലേണ്ട പൈസ എടുത്ത് തന്നേക്കാം.